രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലുണ്ടായ തർക്കത്തിൽ CPM ലീഗ് സംഘർഷം. മലപ്പുറം ചേലേമ്പ്ര 20-ാം വാർഡ് മുസ്ലിം ലീഗ് സെക്രട്ടറിയെ CPM DYFI പ്രവർത്തകർ വീട്ടിൽ കയറി ആക്രമിച്ചെന്ന് പരാതി. തലയ്ക്ക് പരിക്കേറ്റ അബ്ദുസലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കേസിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി ഒരു 11:30 മണിയാകുമ്പോൾ ഞാൻ ഏകദേശം ഉറങ്ങിന് ഒരു കോള് വന്നതാണ്. കാരണവർ അവിടെ വീണ് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തറവാട്ടിലാണ് താമസിക്കുന്നത്, അവൻ്റെ വീട്ടിലാണ്. പോയി നോക്കിയപ്പോൾ ആരോ അടിച്ചിട്ട് താഴത്ത് വീണ് കിടക്കുകയാണ്. നല്ല ബ്ലഡും ഉണ്ട്. ചോദിക്കാൻ കഴിഞ്ഞില്ല, നമുക്ക് സംസാരിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല. MRI സ്കാനിങ് എടുത്ത് അവർ പറഞ്ഞ് മെഡിക്കൽക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. തലൻ്റെ ഉള്ളിൽ എല്ലിനൊരു ചെറിയ പൊട്ടുണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. ഇരുമ്പ് വടി കൊണ്ടാണ് അടിച്ചത്. അഹമ്മദ് യൂനുസ് ചേരുന്നുണ്ട്. യൂനുസ്, വിവരങ്ങൾ. ധന്യ, ഇന്നലെ രാത്രി 11:30-യോടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. മലപ്പുറം ചേലാമ്പ്ര 20-ാം വാർഡ് മുസ്ലിം ലീഗ് സെക്രട്ടറി വീട്ടിൽ കയറി ആക്രമിച്ചെന്നാണ് പരാതി. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ തർക്കങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചതിനാണ് ഈ ഒരു ആക്രമണമെന്നാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത്. ഈ ചേലാമ്പ്ര പാറയിൽ സ്വദേശിയായ അബ്ദുസലാമിനെയാണ് CPM DYFI പ്രവർത്തകർ വീട്ടിൽ കയറി ആക്രമിച്ചത് എന്നാണ് പരാതിയിൽ പറയുന്നത്. അബ്ദുൽസലാമിന്റെ തലക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. തലക്ക് പൊട്ടലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. 6-അംഗ സംഘം വീട്ടിലെത്തി ആക്രമിച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഈ ആക്രമണ സംഘത്തിലെ 2 പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. MP സജിത്, അതോടൊപ്പം അനൂപ് എന്നിവരാണ് ഇപ്പോൾ. അവർ CPMന്റെ DYFIന്റെ പ്രവർത്തകരാണ്. ഇവരാണ് ഇപ്പോൾ പിടിയിലായത്. ഈ അബ്ദുസലാം ലീഗിന്റെ ഒരു സൈബർ പോരാളിയാണ്. സൈബർ ഇടങ്ങളിൽ ലീഗിന് വേണ്ടി UDFന് വേണ്ടി വലിയ ഒരു പ്രചാരണം നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ തെന്നിപ്പലം പോലീസ് ഇപ്പോൾ കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റു 4 പേരെ ഉടൻ കണ്ടെത്താനാകുമെന്നാണ് പോലീസ് പറയുന്നത്. ധന്യ.